ഉയർപ്പ്. ഏഴാം തിങ്കൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 3 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സമരിയാക്കാരി സ്ത്രീ. സോളമൻ രാജാവിന് ശേഷം ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെടുകയും ഇസ്രായേൽ എന്നും യൂദയ എന്നുമുള്ള 2 രാജ്യങ്ങൾ ഉടലെടുത്തു. ദൈവത്തിൽ നിന്ന് കൂടുതൽ അകന്നുപോയ ഇസ്രായേൽ രാജ്യത്തിനെതിരെയുള്ള ദൈവകോപം അസീറിയൻ അടിമത്തത്തിലേക്ക് അവരെ നയിച്ചു. അസീറിയക്കാരും ഇസ്രായേൽക്കാരുമായുണ്ടായ സങ്കര വർഗത്തെ സമരിയാക്കാർ എന്ന് വിളിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള സമ്പർക്കം യഹൂദർ വിച്ഛേദിക്കുകയും ചെയ്തു. യൂദയയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ എളുപ്പവഴിയായിരുന്നു സമരിയാദേശം. എങ്കിലും യഹൂദർ ആ വഴി മാറി ചുറ്റി വളഞ്ഞാണ് ദേവാലയത്തിലേക്ക് പോയിരുന്നത്. മനുഷ്യന്റെ സങ്കുചിത വർഗജാതി വ്യത്യാസത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിരുന്നു യേശുവിന്റെ ഈ സമരിയ യാത്രയും ഏകനായ ഒരു സ്ത്രീയോടുള്ള സംഭാഷണവും. പാപത്തിൽ നിബന്ധിച്ചവളെങ്കിലും മനുഷ്യന്റെ ദൈവത്തിനു വേണ്ടിയുള്ള ദാഹവും ഒപ്പം ദൈവത്തിന്റെയും മനുഷ്യനും വേണ്ടിയുള്ള ദാഹവും തമ്മിലുള്ള സംഗമമാണ് ഇവിടെ നാം ദർശിക്കുക. ഘട്ടം ഘട്ടമായി ആ സ്ത്രീക്ക് യേശു സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നു. യഹൂദൻ പൂർവ്വപിതാവായ യാക്കോബിനേക്കാൾ വലിയവൻ, ജീവജലത്തിന്റെ ദാതാവ്, പ്രവാചകൻ, അവസാനം മിശിഹ എന്നിങ്ങനെ യേശു അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. എനിക്ക് കുടിക്കാൻ തരിക എന്ന ആവശ്യം നിവർത്തിക്കുന്നത് കുരിശിൽ തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിലാണ്. അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ദൈവത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ ദാഹം പരിപൂർത്തിയാകാൻ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ആത്മാവിനെ സമർപ്പിച്ച രഹസ്യം പൂർത്തിയാക്കുന്നു. അരൂപിയാകുന്ന ജീവജലം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവൻ ദൈവഹിതം പൂർത്തിയാക്കുന്നത്. പെന്തക്കോസ്താ നാളിൽ ആ വാഗ്ദാനം പൂർത്തിയാക്കുകയും ചെയ്തു. പെന്തക്കോസ്താ തിരുനാളിനൊരുങ്ങുന്ന നമുക്ക് ധ്യാനിക്കാൻ നൽകുന്ന വചനഭാഗമാണ് ഇന്നത്തെ സുവിശേഷം.